BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. മലയാളിയായ എസ് ശ്രുതിക്ക് 18ാം റാങ്ക്. സിവിൽ സർവീസ് ഫലം പ്രഖ്യാപിച്ചു. 1ാം റാങ്ക് അനുജ് അഗ്നിഹോത്രയ്ക്ക്. 2025 സിവിൽ സർവീസ് ഫലം പ്രഖ്യാപിച്ചു. അനുജ് അഗ്നിഹോത്രിക്ക് 1ാം റാങ്ക്, രാജേശ്വരി സുവയ്ക്ക് 2ാം റാങ്ക്, അഖൻഷ് ദള്ളിന് 3ാം റാങ്ക്. ആദ്യ 10ൽ മലയാളികളില്ല. മലയാളിയായ എസ് ശ്രുതി 18ാം റാങ്ക് നേടി. മലയാളിയായ സിദ്ധാർത്ഥ എം ജോയ് 271ാം റാങ്കും നേടി. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ സിദ്ധാർത്ഥ് 2ാം റാങ്ക് നേടിയിരുന്നു. 958 പേർ സിവിൽ സർവീസ് യോഗ്യത നേടി. 180 പേർക്ക് IAS, 55 പേർക്ക് IFS, 150 പേർക്ക് IPS എന്നിവ നേടി. അനുജ് അഗ്നിഹോത്രി രാജസ്ഥാൻ സ്വദേശിയാണ്. പാർലമെന്റിലും നിയമസഭയിലും മത്സരിക്കുവാൻ ഒരാൾ മാത്രം. വി ജോയിയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം. വി ജോയിയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം. പാർലമെന്റിലും നിയമസഭയിലും മത്സരിക്കുവാൻ ഒരാൾ മാത്രം. സെക്രട്ടറിമാർ മത്സരിക്കേണ്ട എന്ന തീരുമാനം ജോയിക്ക് മാത്രമായി തിരുത്തിയെഴുതിയെന്നും വിമർശനമുയർന്നു. സെക്രട്ടറി പദം ആരുടെയും അട്ടിപ്പേർ അവകാശമല്ലെന്നും വിമർശനമുയർന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബ്രാഞ്ച് സെക്രട്ടറിമാർ പോലും മാറി നിന്നതാണ്. ഇത് ശരിയായ രീതി അല്ലെന്നാണ് വിമർശനം. കരമന ഹരിയാണ് വിമർശിച്ചത്. ആയത്തുള്ള അലി ഖമനിയുടെ വധം. ഇറാൻ എംബസിയിലെ ദുഃഖാചരണത്തിൽ ഭാഗമായി കപിൽ സിബൽ. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയുടെ വധം. ഡൽഹിയിലെ ഇറാൻ എംബസിയിലെ ദുഃഖാചരണത്തിൽ ഭാഗമായി കപിൽ സിബൽ MP അനുശോചനക്കുറിപ്പ് രേഖപ്പെടുത്തി. ഖമനേയി വധത്തിൽ ആഴത്തിലുള്ള ദുഃഖം രേഖപ്പെടുത്തിയതായി അദ്ദേഹം പറഞ്ഞു. തർക്കങ്ങൾ പരിഹരിക്കേണ്ടത് വൻ നാശമുണ്ടാക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചല്ലെന്നും മറിച്ച് ചർച്ചകളിലൂടെയാണെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 2026 മാർച്ച് 31 രാജ്യം നക്സൽ മുക്തമാകും. റെഡ് കോറിഡോറിൽ സുരക്ഷാ സേന ആധിപത്യം സ്ഥാപിക്കും. അമിത് ഷാ. മാർച്ച് 31 രാജ്യം നക്സൽ മുക്തമാകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. റെഡ് കോറിഡോറിൽ സുരക്ഷാ സേന ആധിപത്യം സ്ഥാപിക്കും. തിരുപ്പതി മുതൽ പശുപതിനാഥ് വരെയുള്ള മേഖല നിയന്ത്രിച്ചവരെ പൂർണ്ണമായും പരാജയപ്പെടുത്തും. ഒഡീഷയിലെ കട്ടക്കിൽ 57ാം CISF റേസിംഗ് ദിനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭാ തെരഞ്ഞെടുപ്പ്. തൃശൂരിൽ VS സുനിൽകുമാറിനെ പരിഗണിക്കാതെ CPI. പൂരം കലക്കൽ വിവാദത്തിലെ പ്രതികരണത്തിന് പിന്നാലെ പാർട്ടി ശാസന നേരിട്ട VS സുനിൽകുമാറിനെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കാതെ CPI. തൃശൂർ മണ്ഡലത്തിൽ P ബാലചന്ദ്രൻ മാറുകയാണെങ്കിൽ VS പ്രിൻസിന്റെ പേരിലാണ് പ്രധാന പരിഗണന. ശക്തമായ ത്രികോണ മത്സരം വന്നാൽ തൃശൂർ മണ്ഡലത്തിൽ ഏറ്റവുമധികം വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെട്ടിരുന്നത് മുൻ മന്ത്രി കൂടിയായ VS സുനിൽകുമാറിനെ ആയിരുന്നു. എന്നാൽ സുനിൽകുമാറിന്റെ പേര് പരിഗണിക്കാതെയാണ് CPIയുടെ പ്രാഥമിക പട്ടിക. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് തൃശൂരിൽ നിലവിൽ പരിഗണിക്കപ്പെട്ടിരിക്കുന്ന VS പ്രിൻസ്. ഒരു വനിതാ നേതാവിന്റെ പേരും മണ്ഡലത്തിലേക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മൈൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. കേരള സ്റ്റോറി ആരും കാണുന്നില്ലെന്നത് നല്ല കാര്യം. സിനിമകളെ പ്രൊപ്പഗൻഡകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു രാഹുൽ ഗാന്ധി. വിവാദ സിനിമ കേരള സ്റ്റോറി ആരും കാണുന്നില്ല എന്നത് നല്ല കാര്യമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇടുക്കി കുട്ടിക്കാനം മരീൻ കോളേജിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിദ്യാർത്ഥികളുമായി സംവദിക്കുമ്പോഴാണ് പ്രതികരണം. കേരളം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. സിനിമകളെയും മാധ്യമങ്ങളെയും പ്രൊപ്പഗൻഡകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. രാജ്യത്തിന് ഹാനിയുണ്ടാക്കുന്നുവെന്നും രാഹുൽ പറഞ്ഞു. CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുടെ ചുമതല A റഹീമിന്. ജില്ലാ കമ്മിറ്റിയിലും അംഗീകാരം. CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതലക്കാരനായി A റഹീം MPയെ തെരഞ്ഞെടുത്തു. റഹീമിന് ചുമതല നൽകുവാനുള്ള സെക്രട്ടേറിയറ്റ് നിർദ്ദേശം ജില്ലാ കമ്മിറ്റി അംഗീകരിച്ചു. നിലവിലുള്ള ജില്ലാ സെക്രട്ടറി വി ജോയ് വർക്കലയിൽ വീണ്ടും മത്സരിക്കുന്ന സാഹചര്യത്തിലാണ് റഹീമിന് താൽക്കാലിക ചുമതല ലഭിക്കുന്നത്. നേരത്തെ വി ജോയിയുടെ വർക്കലയിലെ സ്ഥാനാർത്ഥിത്വത്തിൽ അനിശ്ചിതത്വം നിലനിന്നിരുന്നു. ജില്ലാ സെക്രട്ടറി ആയതിനാൽ ജോയി മത്സരിക്കേണ്ട എന്നായിരുന്നു തുടക്കത്തിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ അഭിപ്രായം. എന്നാൽ ജോയി മത്സരിച്ചില്ലെങ്കിൽ വർക്കല സീറ്റ് നിലനിർത്തുവാനാകില്ലെന്ന് ജില്ലാ നേതൃത്വം നിലപാടെടുക്കുകയായിരുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.